ദുബായ് ദേരയിലെ കാസർഗോഡൻ തെരുവിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഇവിടെ കാസർഗോഡ് മോഡൽ വസ്ത്രങ്ങൾ വിൽക്കാൻ മാത്രമായി 32 തുണിഷോപ്പുകളുണ്ട്. ഡ്രസ്സിംഗിൽ മാത്രമല്ല, ഹെയർ സ്റ്റൈലിലും നടത്തത്തിലും വരെ ഞങ്ങളുടെ മൊഞ്ച് ഒന്ന് വേറെ തന്നെയെന്നാണ് കാസർകോട്ടെ പുള്ളോരുടെ വാദം. കാസർകോട്ടാരെ കണ്ടുക്കോ, കണ്ടിക്കില്ലെങ്കിൽ പാന്തര മെട്രോ സ്റ്റേഷന്റെ സൈഡിലൂടെ അങ്ങോട്ട് തൊട്ട് ഇങ്ങോട്ട് വരെ നടന്ന് നമ്മളെ കാസർകോട്ടാരെ മൊഞ്ചന്മാരെ കാണാം. കണ്ടിക്കില്ലേ, വാ പാന്തരയിലോട്ട് വാ. ഇത് ദുബായിലെ കാസർഗോഡൻ തെരുവ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയേറെ ഒരേ ജില്ലക്കാർ ഒരൊറ്റ പ്രദേശത്ത് ജോലി ചെയ്യുന്ന കാഴ്ച അപൂർവമാണ്. ദുബായ് ദേരയിലെ പാതയോരമാണിത്. ഇതുവഴി കടന്നുപോകുമ്പോൾ കാസർഗോഡ് എത്തിയ പ്രതീതിയാണ്. അര കിലോമീറ്ററിനിടെ 32 തുണിക്കടകളുണ്ട് ഇവിടെ. എല്ലാം കാസർഗോഡുകാരുടേത്. ജോലി ചെയ്യുന്നതും കാസർഗോഡുകാർ തന്നെ. പുതു ഫാഷനുകളുടെ ധാരാളിത്തം കൊണ്ട് തന്നെ രാത്രി സമയങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെടുകയാണ് ഇവിടുത്തെ കടകളിൽ. ഫാഷനുകൾ ആദ്യം വരുന്നത് ഇവിടെയാണെന്നാണ് കടയുടമകളുടെ വാദം. മറ്റുള്ളവർ ഫാഷനിൽ അനുകരിക്കൽ കാസർഗോട്ടുകാരെയാണത്രേ. കീറിയതും ഡിസൈനുമുള്ള പാന്റുകൾ, സ്വന്തം ജില്ലയുടെ നമ്പർ KL14 ആലേഖനം ചെയ്ത തൊപ്പികൾ, അങ്ങനെ പരീക്ഷണങ്ങൾ ഏറെ. ഇപ്പോൾ സ്വദേശികൾ വരെ കാസർഗോഡ് മോഡൽ വസ്ത്രങ്ങളുടെ ആരാധകരായി മാറിയിരിക്കുകയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ചെറിയ ജീൻസ്, ചെറിയ ഷർട്ട്, അതൊക്കെയാണ് നമ്മുടെ പിള്ളമാർക്ക് വേണ്ടത്. ഇച്ച സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചമാർ സ്റ്റൈൽ കാസർഗോഡിന്റെ ഒരു പ്രത്യേകതയാണത്. ഒരുപാട് സൗദികളും ഒമാനികളും ഇപ്പോൾ കാസർഗോഡ് സ്റ്റൈലാണ് അനുഗ്രഹിക്കുന്നത്, അറബികൾ തന്നെ. പിന്നെ ഇപ്പോൾ ആഫ്രിക്കൻ കസ്റ്റമേഴ്സ് മുമ്പൊക്കെ ഇങ്ങനെ ചെക്സ് ഷർട്ടൊക്കെ ഇടാറുണ്ടായിട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് സ്റ്റൈലാണ് ആഫ്രിക്കൻ കസ്റ്റമർ മാറിക്കൊണ്ടിരിക്കുകയാണ്. UK അഥവാ യുണൈറ്റഡ് കാസർഗോഡ് എന്ന ചുരുക്കപ്പേരിലാണ് ദേരയിൽ ജോലി ചെയ്യുന്ന കാസർഗോഡുകാർ അറിയപ്പെടുന്നത്. കാസർഗോട്ടെ സ്ലാങ്ങും ആകാര സ്റ്റൈലും ഏവരെയും ആകർഷിക്കുന്നു. സേവന മേഖലയിലേക്കാളുപരി കച്ചവട മേഖലകളിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ചവരായതുകൊണ്ട് തന്നെ ദുബായിലെ കച്ചവട രംഗത്ത് ഒരു കാസർഗോഡൻ ആധിപത്യം കാണാവുന്നതാണ്. ഇതൊരു മിനി കാസർഗോഡ് തന്നെയാണ്. ഇവിടെ ഉള്ളതെല്ലാം സ്ക്രാച്ച് പ്രൂഫും അങ്ങനത്തെയുള്ള പാന്റുകളാണ്. പിന്നെ ഇത് ഇവിടെ വരുന്നത് കാസർഗോഡ് മറ്റുള്ള ജില്ലയിലത്തെ ആള് എല്ലാവരും ഇവിടെ വരുന്ന സാധനം എടുക്കുന്നു. പിന്നെ ഇത് ഇവിടെ 32 ഷോപ്പുകളുണ്ട്. അത് എല്ലാം കാസർഗോഡ് തന്നെ. ദിലീപ് കുമാർ ബോളിവുഡിൽ കത്തി നിൽക്കുമ്പോൾ ഹിന്ദി ഭാഷാ സിനിമകൾക്കായുള്ള തിയേറ്റർ സാക്ഷാൽ ദിലീപ് കുമാറിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചവരാണ് കാസർഗോട്ടുകാർ. ഡ്രസ്സിംഗിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഹെയർ സ്റ്റൈലിലും വേറിട്ട രീതി ഇവർക്കുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആരാധകരായ ഇവർക്ക് പക്ഷേ അടുത്ത കാലം വരെ മീശ അത്ര പഥ്യമല്ലായിരുന്നു. ഹിന്ദി സിനിമാ നടന്മാരെ പോലെ മിക്കവരും ക്ലീൻ ഷേവ്. സിനിമാ താരങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടാൽ ഫോട്ടോയുമായി നേരെ സലൂണിലേക്ക് വെച്ചുപിടിക്കും. അങ്ങനെ പുത്തൻ ട്രെൻഡുകൾ ആദ്യം പരീക്ഷിക്കുന്നവരാണ് കാസർകോട്ടെ ചെറുപ്പക്കാർ. അവിടുത്തെ ആമ്പിള്ളേന്ന് വെച്ചാൽ എല്ലാവരും പുതിയ പുതിയ സ്റ്റൈലെല്ലാം വരുമ്പോൾ അതിന് തന്നെ ശ്രമിക്കും. ആരെങ്കിലും ഇപ്പോൾ ബോളിവുഡിലായാലും എവിടെയെങ്കിലും ഒരു പുതിയ സ്റ്റൈൽ കണ്ടാൽ അത് അനുകരിക്കാൻ നോക്കും. പിന്നെ മാത്രമല്ല, അവരുടേതായ പുതിയൊരു കുറച്ച് ശൈലിയെല്ലാം അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെതായ ഒരു വഴിയിൽ. പിന്നെ സ്ഥിരം നമ്മളിപ്പോൾ എസ്പെഷ്യലി നമ്മളെ സുബൈർക്ക, നമ്മൾ സ്ഥിരം ഇവിടെയാണ് വരുന്നത്. കാരണം ഇവർ പുതിയ പുതിയ ട്രെൻഡ് നമുക്ക് ചെയ്തുതരും. എന്ത് നമ്മൾ പരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടാൽ അതിനെ കുറിച്ചിട്ട് പരീക്ഷിക്കും. തുളുനാട് രാജ്യത്തിന്റെ ഭാഗമായിരുന്ന തങ്ങളുടെ ഭാഷയിൽ തുളു സാന്നിധ്യമുള്ളതിൽ അവർ അഭിമാനിക്കുകയാണ്. ഭാഷയിലെ ഈ സവിശേഷമായ കഴിവിനെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴും കാസർകോട്ടെ പുള്ളോയ്ക്ക് അഭിമാനം മാത്രം. തുളുവും കന്നഡയും കൊങ്കിണിയും വ്യാരി ഭാഷയുമെല്ലാം കൈവശം. ഈ ലോകത്ത് ഏടെ പോയെങ്കിലും ഞങ്ങള് ഭാഷ വിട്ട് കളിക്കേല. ഞങ്ങളെ ഉസുറ് വേണമെങ്കിൽ തന്നറും.
പക്ഷേ ബാസ് വിടാൻ പറഞ്ഞിട്ടുണ്ടായെന്നാണ് കാസർഗോഡുകാർ പറയുന്നത്.